ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെലോട്ടൻ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. സവാള ഒരുപാട് വാടി അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല, ചിക്കൻ മസാല, ഏത് മസാലയാണെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂണാണ് ചേർത്ത്, ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ചില്ലി സോസാണ് ചേർക്കുന്നത്. സോസ് കയ്യിലില്ലെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ടോ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാരറ്റ് നീളത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കൊണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നത് സ്കിപ്പായി പോയതാണ്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് നമുക്കൊരു ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ എഗ്ലെസ് മയോണൈസാണ് വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്, മിക്സിയുടെ ചെറിയ ജാറിൽ. ഇതിന് എഗ്ലെസ് മയോണൈസിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഷോർട്ടായിട്ടും ഇട്ടിട്ടുണ്ട്, അല്ലാതെ ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മയോണൈസാണ്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ മയോണൈസൊക്കെ അധികം ഉപയോഗിക്കാറുണ്ട് സ്നാക്കിനായിട്ടൊക്കെ. അപ്പോൾ എഗ്ലെസ് മയോണൈസും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അതേ 2 ടേബിൾ സ്പൂൺ മയോണൈസും പിന്നെ 1 ടീസ്പൂൺ മയോണൈസും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം പാടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മയോണൈസ് നമ്മുടെ ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് റോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മൈദമാവ് നമ്മളെന്താ പറയുക, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് പരുത്തിയിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റോള് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളടുത്ത് ഇതേപോലെ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് നമ്മളൊന്ന് അടർത്തിയെടുക്കാൻ. സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നല്ലോണം തണുപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ വിട്ടുകിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക കൂട്ട് ഫില്ലിങ് ഇതിൽ നടുക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബോക്സിൻ്റെ രൂപത്തിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്കത് സ്പ്രിംഗ് റോള് നമ്മൾ റെഡിയാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം. കുറച്ച് മൈദയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇതേപോലൊരു ബോക്സിൻ്റെ ആകൃതിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ നടുക്ക് ഭാഗത്തും ഒരു സൈഡിലും നമുക്ക് കുറച്ച് മാവ് ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അറ്റത്തേക്കും കുറച്ച് തേച്ച് കൊടുക്കുക.
അപ്പോൾ എപ്പോഴും ഒരേപോലത്തെ സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായി ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഞാൻ അത് മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 8 എണ്ണമാണ് റെഡിയാക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 300 ഗ്രാം ചിക്കനിൽ 8 എണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് നോക്കുമ്പോൾ ഒരു 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ 3 എണ്ണം 4 എണ്ണം ഒക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ, ഒരുപാട് എണ്ണ ചൂടാകരുത്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.